1997-നും 2012-നും ഇടയ്ക്ക് ജനിച്ച ആൾക്കാരെ ജെൻസി ടീം എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് അവരെ വോട്ട് ചെയ്യുന്നതിന് പ്രചോദിപ്പിക്കുന്നതിലേക്കായി ഒരു മ്യൂസിക് വീഡിയോ വളരെ പ്രചാരത്തിൽ ഇന്ന് വന്നിരിക്കുകയാണ്. ആ വീഡിയോയിൽ ആരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു വസ്തുതയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കർ IAS-ഉം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS കൂടാതെ അസിസ്റ്റന്റ് കളക്ടർ ശിവശക്തിവേൽ IAS എന്നിവരുൾപ്പെടെയിടുന്ന ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഈ ഡാൻസിലും പാട്ടിലും ഒക്കെ പങ്കെടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പരിപാടി കാണുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാരെ വോട്ട് ചെയ്യാനുള്ള പ്രചോദിപ്പിക്കലാകില്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു കോമാളിത്തരമാണ് എന്ന് മാത്രമേ അവരുടെ മനസ്സിലൊരു ചിന്ത ജനിക്കുകയുള്ളൂ. അപ്പോഴും പിന്നെ ഒരു കാര്യം, ഈ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയണോ? കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കണ്ടു കുറേ സ്ഥാനാർത്ഥിമാര് എന്തെല്ലാം കോപ്രായങ്ങളും കോമാളിത്തരങ്ങളുമാണ് കാണിക്കുന്നത്. റോഡിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നു, പാടുന്നു, സമനില തെറ്റി എന്തൊക്കെയോ പറയുന്നു, പ്രവർത്തിക്കുന്നു. ഈ സ്ഥാനാർത്ഥിമാരുടെ പരസ്പരമുള്ള ആരോപണങ്ങളും വെല്ലുവിളികളും വാശി പറച്ചിലും എല്ലാം കൂടെ ഒക്കെ വരുമ്പോൾ ഇതൊരു കോമാളിത്തരമാണ് എന്നുള്ളൊരു നിലവാരത്തിലെത്തിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗൗരവം, ഒരു സീരിയസ്നെസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു. കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരെ തെരഞ്ഞെടുക്കും? ആരെ തെരഞ്ഞെടുത്താലും എന്താണ് പ്രയോജനം, എന്താണ് ഫലം? കുറേ പൊള്ളയായ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചില പുതിയ വാഗ്ദാനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഒരുതരം നിലവാരം കുറഞ്ഞ പരിപാടികളല്ലേ? എന്നാൽ കേന്ദ്രത്തിൽ നിങ്ങൾ കാണൂ, അവിടെ വളരെ ശാസ്ത്രീയമായി, യുക്തിസഹമായി, പുരോഗമനാത്മകമായി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഭരണത്തിന് സീരിയസ്നെസ് ഉണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പ് നടപടികൾക്കും തെരഞ്ഞെടുപ്പിനുമൊക്കെ സീരിയസ്നെസ് ഉണ്ടായിരുന്നു, ഇനി അത് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരു വഷളത്തരമായി, ഒരു പ്രാധാന്യമില്ലാത്ത ഒന്നായി, വെറും ഒരു പുള്ളര് കളിയായി അധപ്പതിച്ചു പോയിരിക്കുന്നു.